പണ്ട് അയൺമാൻ സിനിമ കാണുമ്പോൾ ജാർവിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ജാർവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI അസിസ്റ്റൻ്റ് ആണ്. ടോണി സ്റ്റാർക്ക് എന്ന വ്യക്തി വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് അനുസരിക്കാനും അദ്ദേഹത്തിൻ്റെ മൂഡ് അനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഓൾറെഡി ആൾ രൂപീകരിച്ചിട്ടുണ്ട്. കറൻറ്റ് സിനാരിയോയിൽ ഇതെല്ലാം പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, എല്ലാ കാര്യങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ അലക്സ, അതുപോലെ തന്നെ സിരി, ഇതെല്ലാം ഇതിൻ്റെ ചെറിയൊരു മിനിയേച്ചേഴ്സ് ആണ്. ഇതിനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല റോബോട്ട്സും AI അസിസ്റ്റൻസും ഇപ്പോൾ ചൈനയിലും ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ഇനി ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇനി ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ നിങ്ങളുടെ മൂഡിനനുസരിച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ആംബിയൻ ലൈറ്റ്സുകളായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ ഇറിഗേഷൻ സിസ്റ്റം, വാട്ടർ ടാങ്കിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ലൈഫ് വളരെ എഫേർട്ട്ലെസ് ആക്കും, കണക്റ്റഡ് ആക്കും, എളുപ്പമാക്കും. ഈ ഇക്കോസിസ്റ്റം പ്രോഡക്ട്സുകളാവും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കറിയാം ആപ്പിളിൻ്റെ പല ഡിവൈസസും, ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, മാക്ബുക്ക് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു കണക്ടിവിറ്റി എത്ര എളുപ്പമാണെന്നുള്ളത്. അതുപോലെ തന്നെ ആമസോണിൻ്റെതായാലും ഇനി ഭാവിയിൽ പല കമ്പനികളും പുതിയത് വരും. ഇവർ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ട് ആ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് തുടങ്ങിക്കണമെന്നാണ് അതിനർത്ഥം.